ഇനി മറ്റൊന്ന്, മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വന്നാൽ 48 മഹാത്മാഗാന്ധി വധിക്കപ്പെടുമ്പോൾ ഒരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ അന്നത്തെ എല്ലായ്പ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ സവർക്കർക്ക് അതിൽ പങ്കാളിത്തമില്ലായിരുന്നു. അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടതല്ലേ എന്ന്. അന്നത്തെ കോടതിയുടെ ഘടനകളിൽ പോലും സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ. തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത്. തൊട്ടുപില്ല, അതായത് ഈ 10-20 ലക്ഷം പേര് മരിച്ച കലാപങ്ങൾക്കും ഈ വിഭജനത്തിനും എല്ലാം ശേഷം തൊട്ടു പിന്നാലെ മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ്. അതിൻ്റെ വിചാരണ നടക്കുകയാണ്. ആ വിചാരണയിൽ സ്വാഭാവികമായും സവർക്കർ അടക്കമുള്ളവർ രക്ഷപ്പെട്ടെങ്കിൽ അത് തുടർന്നുള്ള അപ്പീലിലേക്ക് പോകാൻ തക്കവണ്ണം ഇവിടെ ഒരു ഭരണഘടന രൂപപ്പെട്ടിട്ടില്ല. അന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാവുന്ന സാഹചര്യം ആ സമയത്ത് നിലവിലില്ല. ഇങ്ങനെയുള്ള സാങ്കേതികമായ സാധ്യതകളിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. പിന്നെ കപൂർ കമ്മീഷൻ വരുന്നു. കപൂർ കമ്മീഷൻ വരുമ്പോൾ എന്താണ്? കപൂർ കമ്മീഷനിൽ കുറ്റപ്പെടുത്തുക തന്നെയാണ്. പക്ഷെ അത് ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കേസിന്റെ തുടർച്ചയിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരു സംഗതിയല്ല സ്വാഭാവികമായും കപൂർ കമ്മീഷൻ. ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ടിന് മേൽ വേണമെങ്കിൽ തുടർ നടപടി സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. പക്ഷെ അത് തീരുമാനിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ട്? അതിനും കാരണമുണ്ട്. വേറൊന്നുമല്ല, അന്നേരത്തേക്ക് സവർക്കർ മരിച്ചു എന്നതൊരു കാര്യം. പിന്നെ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലും രാഷ്ട്രീയ സാഹചര്യത്തിലും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ അതിൻ്റെ വളർച്ചയിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലൊരു ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നും നെഹ്റു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധി വധത്തിലെ സവർക്കറുടെ നേരിട്ടുള്ള പങ്ക് ആ മട്ടിൽ തെളിയിക്കപ്പെടാനുള്ള ഒരു അന്വേഷണത്തിൽ ഇപ്പം നടക്കുന്ന ഈ കാലത്താണെങ്കിൽ എത്ര അന്വേഷണങ്ങളിലേക്ക് പോകും, എത്ര കോടതി നടപടിയിലേക്ക് പോകും. ഇത് നിസ്സാരമായ ഒരു കോടതി നടപടിയിലൂടെ അത് അവസാനിപ്പിച്ചോ എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം.